കാണുന്ന കാഴ്ചകളും കടന്നു പോകുന്ന സംഭവങ്ങളും വെറും കാഴ്ചകളും അനുഭവങ്ങളും മാത്രമാകാതെ അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരറിവ് അല്ലെങ്കിൽ തിരിച്ചറിവ് നൽകുന്നതായിരിക്കണം. അതാണ് നമ്മളെ ജീവിതത്തിൽ സജീവമാക്കി നിലനിർത്തുന്നത്. കഴിഞ്ഞ ദിവസം കടന്നുപോയ ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ മത്സരം കണ്ടിരുന്നപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഈ വീഡിയോയ്ക്ക് പ്രചോദനം. ഫുട്ബോൾ കളിയുടെ നിയമങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലെങ്കിലും പ്ലെയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ ശ്രദ്ധിച്ചത്. 2022 ഫൈനൽ കണ്ടും പറഞ്ഞു കേട്ടുമൊക്കെ മെസ്സിയുടെ അർജൻറ്റീന ടീമിനെ പറ്റി ഒരു ഹൈപ്പ് മനസ്സിൽ വെച്ചിട്ടാണ് കളി കാണാനിരുന്നത്. പക്ഷേ സ്പെയിനിൻ്റെ ചുണക്കുട്ടികൾ അധികം വൈകാതെ തന്നെ മനസ്സ് കവർന്നു. ലോകം ആരാധിക്കുന്ന ഒരു ഗ്രേറ്റ് പ്ലെയറാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ചാമ്പ്യന്മാരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുള്ള ഒരു ചാഞ്ചല്യം അവരിലുണ്ടായിരുന്നില്ല. കാരണം ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അവർ അവരുടെ മനസ്സിൽ വിജയിച്ചു കഴിഞ്ഞിരുന്നു. ജീവിതത്തിൽ നാം പലപ്പോഴും തോൽക്കുന്നത് ഈ ആത്മവിശ്വാസമില്ലായ്മ കാരണമാണ്. എതിർചേരിയിലുള്ളവർ അവരെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതിനൊന്നും വഴങ്ങാതെ ഉരുളുന്ന പന്തിൻ്റെ ഗതി മാത്രം അവർ ഫോക്കസ് ചെയ്തു. നാം ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ശ്രദ്ധ തിരിക്കാനോ പല അവസരങ്ങളും വന്നു ചേരാം. എന്നാൽ ഒരു ചെറുപുഞ്ചിരിയോടെ നമ്മുടെ മഹത്തായ ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക. പരസ്പരം ഈഗോ ഇല്ലാതെ ഒരേ മനസ്സോടെയുള്ള ടീമിൻ്റെ ഒത്തിണക്കം ഒരു നിർണായക ഘടകമായിരുന്നു. വിജയിക്കുന്നവർ പരാജിതർക്ക് കൈകൊടുത്തു പോകാറുണ്ട്. അത് കളിയുടെ മര്യാദയാണ്. പക്ഷേ കളിക്കളത്തിൽ തകർന്നിരുന്ന ലയണൽ മെസ്സിയുടെ ഹൃദയഭാരം മുഴുവനും ഏറ്റെടുത്ത് ആശ്വസിപ്പിച്ച യമാൽ എന്ന ആ ചെറുപ്പക്കാരൻ കണ്ണും മനസ്സും നിറച്ചു. പക്വതയുടെ അളവുകോൽ പ്രായമല്ല എന്ന് തെളിയിച്ചു. തോൽവി അംഗീകരിക്കാനുള്ള മടി കാരണം അർജൻറ്റീനയുടെ ടീം അംഗങ്ങൾ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ സ്പാനിഷ് ടീമിൻ്റെ യശസ്സ് ഒന്നുകൂടി ഉയർത്തി. വിജയങ്ങൾ മാത്രമുള്ള ജീവിതം അത് സ്വപ്നങ്ങളിൽ മാത്രമാണ്. പരാജയങ്ങൾ കൂടി അംഗീകരിക്കുകയും അതിൽ നിന്ന് പാഠം പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത്. 2022 ഫ്രാൻസ് അർജൻറ്റീന ഫൈനൽ മത്സരത്തിൽ താൻ ഉജ്ജ്വലമായി കളിച്ചിട്ടും തൻ്റെ ടീം പരാജയപ്പെട്ടതിൽ മനംനൊന്ത് കളിക്കളത്തിൽ തകർന്നിരുന്ന് തൻ്റെ കാൽമുട്ടുകളിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞ കിലിയൻ എംബാപ്പെ ഒരു നോവായി മനസ്സിൽ കയറിയിരുന്നു. എന്നാൽ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടി അദ്ദേഹം ഗോൾഡൻ ബൂട്ടിന് അർഹനായപ്പോൾ അതും ഒരാശ്വാസമായി. ചുരുക്കത്തിൽ 2026 ഫിഫ വേൾഡ് കപ്പ് വിജയം അർഹതയ്ക്കുള്ള അംഗീകാരമായിരുന്നു.